സുഹൃത്തുക്കളെ, നമ്മുടെ കൃഷി എന്തായി എന്ന് കാണണ്ടേ? നമ്മളന്ന് വീഡിയോ ചെയ്തല്ലേ, അപ്പോൾ പുതിയ കൃഷിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇത് കണ്ടോ, നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ബീൻസൊക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. മാഷാ അല്ലാ, നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. കണ്ടോ, കുറേ ഉണ്ട് കേട്ടോ. വെച്ചിട്ടോ വീട്ടിലേക്ക് ആവശ്യമുള്ളതും എന്നിട്ടും നമുക്ക് ആവശ്യത്തിലധികം കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ബീൻസ് അതുമാതിരി പയറൊക്കെ നമ്മൾ കുറേ പറിച്ചിട്ടോ വീട്ടിലേക്ക് ആവശ്യമുള്ളത്. പിന്നെ ഈ ബീൻസിന് കുറച്ച് കൂടുതൽ തണുപ്പുണ്ടെങ്കിൽ നല്ലോണം കായ്ച്ചിട്ടുണ്ട് കേട്ടോ. തണുപ്പ് പിന്നെ അന്തരീക്ഷം തണുപ്പ് ഉണ്ടാകുന്ന സമയത്താണ് ഇത് കൂടുതൽ ഉണ്ടാകുന്നത്. പയറിന് അങ്ങനെ തണുപ്പ് കാണുന്നില്ല, പക്ഷെ ബീൻസിന് തണുപ്പ് ടൈമിലാണ് ഇത് കൂടുതൽ കായ്ക്കുന്നത്. പയർ കുറേ കായ്ച്ചു, കുറേ നമ്മൾ പറിച്ചിട്ടോ. കണ്ടോ, പയറൊക്കെ ഇങ്ങനെ നമ്മൾ കുറേ പറിച്ചതാണ്. ഇത് കണ്ടോ, പയർ പിന്നെ ഇതിൻ്റെ കളറിനായതുകൊണ്ട്, ഈ ഇലൻ്റെ കളറിനായതുകൊണ്ട് നമുക്ക് വേർതിരിച്ച് കാണൂല. പിന്നെ നമ്മളെ അമരക്ക കണ്ടില്ലേ, പൂവിട്ടിട്ടുണ്ട്, നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ചില ഭാഗത്തൊക്കെ കായ്ച്ചൽ തുടങ്ങിയിട്ടുണ്ട് അമരക്ക. ഇത് കണ്ടോ, കണ്ടോ, അമരക്ക ചെറിയ ചെറിയ കായ് ആയിട്ടുണ്ട്. പിന്നെ പയർ ഇതിൽ രണ്ട് വിധം ഉണ്ട് കേട്ടോ. ചെറിയ സൈസ് പയറുണ്ട്, പിന്നെ വലിയ സൈസും ഉണ്ട്, കുറച്ച് നീളമുള്ള ടൈപ്പും ഉണ്ട്. ഇത് ഏതാ മോഡലൊന്നും എനിക്കറിയില്ല. ഇത് നമ്മൾ ചുവപ്പ് പയർ എന്നാണ് മേടിച്ചതാണ്, പക്ഷേ നട്ട് വലുതായി വെക്കുമ്പോൾ അത് ഒക്കെ പച്ചപ്പയർ തന്നെയാണ്. പിന്നെ നമ്മളെ മത്തനൊക്കെ കായ്ച്ചിട്ടോ, മത്തനൊക്കെ കായായിട്ടുണ്ട്. കണ്ടോ, അത് കെട്ടി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് എലി എന്തെങ്കിലും ചെയ്യുമെന്ന് എഴുതിയിട്ടേ. എലി നല്ലോണ്ട്. പിന്നെ നമ്മളെ മത്തൻ്റെ വള്ളിയൊക്കെ ക്ലിയറായിട്ട് കംപ്ലീറ്റ് ആയി കേട്ടോ ഇവിടെ. പിന്നെ നമ്മളെ പന്തലിൻ്റെ മുകൾ ഭാഗം കാണിച്ചു തരാം. പന്തലിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് മൂടിയിരിക്കണം ഇപ്പോൾ. കണ്ടോ, ഈ പൂവൊക്കെ അമരക്കൻ്റെ പൂവാണ് കേട്ടോ. അമരക്ക മുകൾ ഭാഗത്താണ് വരുന്നത്, താഴേക്ക് വരില്ല. അപ്പോൾ നമ്മൾ പന്തലിടുമ്പോൾ അത് വലിയ ഹൈറ്റിൽ പന്തലിട്ടാൽ നമുക്കത് പറിക്കാനൊക്കെ റിസ്ക് ആയിരിക്കും. ഇത് പാകത്തെ ഹൈറ്റിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കണ്ടോ, നന്നായിട്ട് മൂടിയിട്ടുണ്ട്. പന്തലൊക്കെ ഫുള്ളായിട്ട് കവറായിട്ടുണ്ട് കേട്ടോ. ഒക്കെ വള്ളി കൊണ്ട് ഫുള്ളായിട്ട് കവറായിട്ടുണ്ട്. ഇത് കണ്ടോ. പിന്നെ നമ്മളെ മത്തൻ്റെ വള്ളിയൊക്കെ കുറേ കായ് ആയിട്ടുണ്ട് കേട്ടോ. മത്തനൊക്കെ കുറേ നമ്മൾ കാണാത്തതുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്താണ് കുറേ. ഒന്ന് നമ്മൾ നോക്കി തന്നെ വേണം. കാണുന്നതൊക്കെ നമ്മൾ കവറിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കാബേജ് കണ്ടില്ലേ, നല്ല ഉഷാറായിട്ടുണ്ട്, ഒക്കെ വലുതായി. കാബേജ് ഇല കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ശരിക്ക് കാബേജിൻ്റെ രൂപത്തേക്ക് മാറി വരുന്നുണ്ട്. അത് ഒരു കംപ്ലൈൻറ്റ് ഇല്ലാതെ നല്ല വളർച്ച ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, അത് വേറൊരു മോഡൽ കാബേജാണ്. കാബേജ് തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ഇല വ്യത്യാസമുണ്ട്, മറ്റേ ഇലൻ്റെ മാതിരിയല്ല. അപ്പോൾ നമ്മൾ പുതിയ തൈയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. കുറേ തൈ നട്ടിട്ടുണ്ട്. കാബേജ്, കോളിഫ്ലവർ, അതുപോലെ ബ്രോക്കോളി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തൈ നട്ടിക്കുന്നു. പിന്നെ ഇതൊക്കെ ഡ്രൈയിൽ മുളപ്പിച്ചാണ് ഞാൻ. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഓരോ ബ്രോക്കോളിയാണ് തോന്നുന്നുണ്ട്. ബ്രോക്കോളിയാണ്. ഒക്കെ ഈ ഭാഗത്തൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ താഴെ ഭാഗത്ത് തന്നെ ഈ ഇല ഇട്ടിട്ടുള്ളതേ
ഞണ്ട് വെട്ടിയിട്ടാണ്. അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇതിൻ്റെ അടിയിൽ നിന്ന് ഈ തൈ വെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രാത്രി വന്നിട്ട് ഞണ്ട് ഫുള്ള് വെട്ടുകയാണ്. ഞണ്ട് അതേമാതിരി തവള അങ്ങനത്തെ ഇതൊക്കെ വെട്ടുന്നുണ്ട്. ഇത് വയലായതുകൊണ്ടേ ഞണ്ട് കയറി വരുന്നുണ്ട്. പിന്നെ നമ്മളെ ഇതൊക്കെ അതിൻ്റെ തൈ കേട്ടോ. ഈ ബ്രോക്കോളി, കോളിഫ്ലവർ പോലത്തെ തൈകളാണ്. പിന്നെ നമുക്കൊരു തക്കാളി തൈ ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കലി വെറുതെ ഇവിടെ മുളച്ച് വന്നതാണ്, നട്ടതൊന്നുമല്ല. അപ്പോൾ അത് നന്നായിട്ട് കായിട്ടുണ്ട്, നല്ല കായ്ച്ചുക്കണു. കണ്ടോ, ഞാനിവിടെ കെട്ടി കൊടുത്തിരിക്കുകയാണ്. ഇത് വലിയ ഹൈറ്റിൽ വന്നിട്ട് ഈ കവുങ്ങിന് പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. പിന്നെ നമ്മളിവിടെയൊക്കെ ചീര പാകിക്കണു, ഒക്കെ മുളച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കപ്പ ഈ ഇത്ര വലുതായിട്ടുണ്ട് കേട്ടോ. ചില ഇതൊന്നും മുളച്ചില്ല, അപ്പോൾ നമ്മൾ വേറെ കുത്തി കൊടുത്തുക്കണം. ഇതൊക്കെ ചീരൻ്റെ തൈ തന്നെയാണ്, കണ്ടില്ലേ. അപ്പോൾ പുതിയത് മുളച്ച് വന്നതാണ്. പിന്നെ നമ്മളെ ചോളാണ്. പിന്നെ നമ്മുടെ പിന്നെ മുളക് കണ്ടില്ലേ, നന്നായിട്ട് കായായിട്ടുണ്ട്. ഇഷ്ടം പോലെ കായ്ക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, കുറേ കായ്ച്ചിട്ടുണ്ട്. മുളക് നമ്മൾ മൂത്ത് കഴിഞ്ഞാൽ പറിച്ചാൽ വേഗം കായ് വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ക്യാരറ്റിൻ്റെ തൈയാണ് കേട്ടോ. ക്യാരറ്റൊക്കെ മുളച്ച് പോണു. നമ്മൾ പാകിയുന്ന ക്യാരറ്റൊക്കെ മുളച്ചിട്ടുണ്ട്. ഇപ്പോൾ പുല്ലിൻ്റെ മാതിരിയാണ് തോന്നുന്നത്, അത്രയും ചെറുതാണ്. കണ്ടോ, അത്രയും ചെറുതാണത്. പിന്നെ നമ്മൾ ഇത് മുള്ളങ്കിയാണ്, റാഡിഷ് ഒക്കെ ഇപ്പോൾ പാകി മുളച്ചിട്ടുള്ളൂ. ക്യാരറ്റിൻ്റെ തൈ ഉണ്ടല്ലേ, പറ്റ ചെറുതാണ്. അതൊരിക്കലും നമ്മൾ പാകി മുളപ്പിക്കല്ലാതെ ഒന്നിനും പറ്റൂല കേട്ടോ. ട്രെയിലൊന്നും മുളപ്പിക്കാൻ പറ്റൂല. ഇതിൻ്റെ തൈ അത്രയും ചെറുതാണ്. അപ്പോൾ ഓക്കെ കേട്ടോ. അപ്പോൾ ഇനി മറ്റേ പച്ചക്കറികളൊക്കെ വലുതായിട്ട് ഞാൻ അത് വീഡിയോയിലിടും. പിന്നെ എൻ്റെ ബാക്ക് നോക്കുകയാണ് നിങ്ങൾ, കണ്ടോ, ഇവിടെയും പൂക്കളാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് തോട്ടിലാണ് കേട്ടോ. നമ്മൾ വെള്ളം നനയ്ക്കുന്ന തോട്ടിലാണ്.